ബോസ് മലയാളം സീസൺ 7-ൽ ജീവൻ വന്ന എപ്പിസോഡ് സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയമായത്. അതിന് കാരണം കഴിഞ്ഞ ദിവസം ഹൗസിലെത്തിയ അതിഥികളായിരുന്നു. ഏഷ്യാനെറ്റിൽ ഉടൻ സംപ്രേഷണം ആരംഭിക്കാൻ പോകുന്ന സീരിയലായ ഹാപ്പി കപ്പിൾസ് നായകൻ ജീവൻ ഗോപാൽ, നായിക നടിയായ സോഫി മറിയ മാത്യുവുമായിരുന്നു ഹൗസിലേക്ക് എത്തിയത്. പുതിയ അതിഥികൾ. സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് ഇവരെത്തിയത്. എന്നാൽ ഹൗസിൽ വെച്ച് ജീവനെ കണ്ടപ്പോൾ അനു മൈൻഡ് ചെയ്യാതെയും കണ്ടഭാവം നടിക്കാതെയും സംസാരിക്കാതെയും ചെയ്യുകയുണ്ടായിരുന്നു. പോകാൻ ഇറങ്ങിയപ്പോഴാണ് ജീവൻ ഷേക്കൻഡ് കൊടുക്കാൻ വന്നപ്പോൾ പോലും അനു ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിച്ചിരുന്നു. ജീവനെ കാണുമ്പോൾ അനുവിൽ നിന്നും ഇത്തരത്തിലൊരു പ്രതികരണമായിരുന്നില്ല പ്രേക്ഷകരുടെ ഇരുവരുടെയും ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജീവനും അനുവും തമ്മിൽ അകൽച്ച സോഷ്യൽ മീഡിയ ചർച്ചയായി. അനു മുൻ കാമുകനും ജീവനും ആണെന്ന് അവരെ സംസാരം വന്നു. കാരണം തൻ്റെ ലൈഫിൽ നശിച്ചു, മരണത്തിലേക്ക് വരെ തള്ളിയിട്ടു, ജീവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ആളാണ് എന്നൊക്കെയാണ് ജീവനെക്കുറിച്ച് അനുമോൾ ആദിലയോട് പറഞ്ഞിരുന്നത്. ഒരു ആൺസുഹൃത്തിനെ കുറിച്ച് അനു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇരുവരും മുമ്പ് പ്രണയത്തിലായിരുന്നത് കൊണ്ടാണ്. ആ സമയത്ത് ജീവനിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാകുമെന്ന് ചർച്ചകളുമുണ്ട്. ഇവരൊരുമിച്ച് സീരീസുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെ ഇവിടെ ജീവനുമായി താൻ പ്രണയത്തിലാണെന്ന് അന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും ജീവനോടൊപ്പം നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ തൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് ജീവൻ അനു വിശേഷിപ്പിച്ചത്. എന്നാൽ ആ സുഹൃത്തിനും അപ്പുറം ഒരു ബന്ധം ഇരുവരും തമ്മിലുണ്ടായിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നു. ഇതോടെ ജീവൻ്റെ അനുവിൻ്റെ വ്യക്തി ജീവിതത്തിലെ ഭൂതകാലവും ചർച്ചയാകുന്നു. ജീവൻ വിവാഹമോചിതനാണെന്നും ഡിവോഴ്സ് ആയതിനു ശേഷമാണ് അനുവുമായി പ്രണയത്തിലായതുമെന്നുമാണ് ഒരു വിഭാഗം കണ്ടെത്തലുകൾ. അത് ചില കണ്ടെത്തലുകളുമായി കുറിച്ചിട്ടുണ്ട്. അതേസമയം മറ്റു ചിലർ ജീവൻ്റെ വിവാഹമോചിതനാണെന്നുള്ള റിപ്പോർട്ട് നിഷേധിച്ചു. ജീവൻ തൻ്റെ നാട്ടുകാരനാണെന്ന് അവകാശപ്പെടുന്ന ചിലരാണ് വിവാഹമോചന വാർത്തകൾ നിഷേധിച്ചത്. വിവാഹം പോലും കഴിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി എങ്ങനെ വിവാഹമോചിതനാകും എന്നായിരുന്നു റിപ്പോർട്ടുകൾ നിഷേധിച്ചെത്തിയവർ ചോദിച്ചത്. ആ പ്രണയം തകർന്നതുകൊണ്ടാണ് അനു ജീവനെ അകൽച്ച കാണിച്ചതെന്നും വാദത്തിന് ഉറച്ചു നിന്നതാണ് ഭൂരിഭാഗം പേരുടെയും കമൻറ്റ്. അതേസമയം ബിഗ് ബോസിൽ അണിയറ പ്രവർത്തകർക്കെതിരെ കുറ്റപ്പെടുത്തലിൽ ചിലർ എത്തിയിട്ടുണ്ട്. ബിഗ് ബോസിൽ അനുവിനോട് വ്യക്തി വൈരാഗ്യമുണ്ടോ? എന്തിനാണ് അനുവിൻ്റെ മുൻ കാമുകനെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്നത് എന്നായിരുന്നു ചില പ്രേക്ഷകരുടെ കമൻറ്റ്. ജീവനെ കണ്ട ശേഷം അനുവിന് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോവുകയായിരുന്നു, കരയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഹൗസിൽ മത്സരാർത്ഥികൾ ഏറ്റവും ജനപിന്തുണയുള്ള ഒരാളാണ് അനു. ടോപ്പ് 5-ലെ പ്രതീക്ഷിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് അനു. താരമായി വന്ന മലയാള സിനിമകൾ അരങ്ങേറ്റം കുറിച്ച ഒരാളാണ് ജീവൻ ഗോപാൽ. മൈ ബോസ് അടക്കമുള്ള സിനിമകൾ ശ്രദ്ധേയമായ വേഷം ചെയ്ത് പ്രേക്ഷകരെ അന്ന് ഇന്ന് മനസ്സിലൂടെ ഒരു പരമ്പരയിലൂടെ ഇപ്പോഴും ഓർമ്മിച്ചു വെക്കുന്ന രീതിയിലുള്ള അഭിനയമായിരുന്നു ജീവൻ്റേത്. ഏഷ്യാനെറ്റിൽ തന്നെ പരമ്പരയായിരുന്ന അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന പരമ്പരയിലെ ജീംബൂമ്പ എന്ന കഥാപാത്രത്തെ ഇന്നും ജീവനിലൂടെ പ്രേക്ഷകർ ഓർത്തെടുക്കുന്നുണ്ട്. ആ ബാലതാരത്തെ ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരുപാട് മലയാളി പേരുണ്ട്. ഏഷ്യാനെറ്റിൽ വൻ റേറ്റിംഗിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു പരമ്പര തന്നെയാണ് ജീംബൂമ്പ. സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് അലാവുദ്ദീനിലെ ജീംബൂമ്പ എന്ന കഥാപാത്രത്തെ ജീവനെ ഇരു കൈയും നീട്ടിയായിരുന്നു പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നത്. അന്ന് ഇന്നും ജീവനെ കാണുമ്പോൾ ആ ബാലതാരത്തിനെയാണ് പ്രേക്ഷകർക്കും ഓർമ്മ വരുന്നത്. എപ്പോഴിവൻ വലുതായി എന്നുള്ള ചിന്തയാണ് പ്രേക്ഷകർക്കും. സിനിമയിലായാലും സീരിയലിലായാലും തൻ്റെതായ കഴിവ് തെളിയിപ്പിച്ച് പ്രേക്ഷകരെ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു ജീവൻ ചെയ്തു വച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജീവനെ കാണുമ്പോൾ ജീവൻ അഭിനയിച്ച കഥാപാത്രങ്ങളായിരിക്കും പ്രേക്ഷകരുടെ മനസ്സിൽ ഓടിയെത്തുന്നതും. ജീവന്റെ പേരിനേക്കാൾ ജീവൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരിലാണ് ജീവൻ ഇന്നും അറിയപ്പെടുന്നത്. ഏഷ്യാനെറ്റിൽ പുതിയതായി വരുന്ന പരമ്പരയിലൂടെ ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ഇടം പിടിക്കാൻ ജീവന് കഴിയുമെന്ന തരത്തിലാണ് പ്രേക്ഷകരും